ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കുസ്ത തിരുനാളിലേക്ക് 10 ദിവസത്തിൻ്റെ ഒരുക്കം. ഓരോ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. അളവില്ലാതെയും അധികമായും നമ്മിലേക്ക് പരിശുദ്ധാത്മാവിനെ ചൊരിയുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാവരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ജോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യം. ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. ഈ ദിവസത്തിലേക്ക് ലോകം ഉണർന്നു തുടങ്ങുന്ന ഈ നേരത്ത് ജീവനെന്ന മഹാദാനത്തെ നമുക്ക് ഏറ്റുപറയാം. എൻ്റെ ജീവനും ജീവിതവും പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ശ്വസിച്ചതാണെന്ന്, കർത്താവിൻ്റെ കാറ്റ് റൂഹ എന്നിലേക്ക് നിറയ്ക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് നന്ദി പറയാം. ഇനിയുള്ള 10 ദിവസങ്ങൾ പരിശുദ്ധാത്മ ആഗമനത്തിൻ്റെ തിരുനാൾ പെന്തക്കുസ്തായ്ക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, മറ്റുള്ളവരിലേക്ക് ഈ പ്രാർത്ഥന പങ്കുവെച്ച് നൽകാം. പെന്തക്കുസ്ത ഭൂതകാലത്ത് നടന്നു തീർന്ന ഒരു സംഭവമല്ല, കേവലം ഒരു ഓർമ്മ പെരുന്നാളല്ല. ഇന്നും നമ്മുടെ തളർന്ന ഹൃദയങ്ങളിലേക്ക് കർത്താവ് വീണ്ടും നിശ്വസിക്കുന്നുണ്ട്. കർത്താവ് അവൻ്റെ കാറ്റിനെ, റൂഹായെ, ശ്വാസത്തെ നമ്മളിലേക്ക് അയക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ പ്രഭാതത്തിന് നാം ആരംഭം കുറിക്കുന്നത് വലിയ ഭാരത്തോടെ ആയിരിക്കാം, ഉത്കണ്ഠയോടെ ആയിരിക്കാം, വ്യഗ്രതകളോടെ ആയിരിക്കാം, ആത്മീയമായി വരണ്ടുണങ്ങിയ ഒരവസ്ഥയിലായിരിക്കാം. പക്ഷെ ഓർക്കുക, അപ്പോഴും പരിശുദ്ധാത്മാവ് ശാന്തമായി നിന്നെ ഉണർത്തുന്നുണ്ട്. ഒരു പുത്തൻ പുലരിയിലേക്ക് ആത്മാവ് നിന്നെ നയിക്കുന്നുണ്ട്. ആദിയിൽ
ജലത്തിൻ്റെ മേൽ ചലിച്ച പരിശുദ്ധാത്മാവ്, ഭൂമിയിൽ ക്രമം കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേലും ചലിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിനും ക്രമം നൽകുമെന്ന് വിശ്വസിക്കുക. നിന്റെ തളർച്ചകളിലേക്ക്, നിന്റെ മുറിവുകളിലേക്ക്, നിന്റെ അൺസർട്ടനിറ്റീസിലേക്ക്, അവ്യക്തതകളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിച്ചിട്ട് നിന്റെ കാതോരത്ത്, നിന്റെ ഹൃദയത്തിൽ റൂഹ മന്ത്രിക്കുന്നു. റൈസ് അഗെയിൻ, റൈസ് അഗെയിൻ. വീണ്ടും ഉണരുക. ഈ പ്രഭാതം ഒരു സാധാരണ പുലരിയായി മാറിപ്പോകാതിരിക്കട്ടെ. വീണ്ടും ഒരു പെന്തക്കുസ്തായുടെ ആരംഭമായി, അതിൻ്റെ കാത്തിരിപ്പിൻ്റെ ആരംഭമായി ഈ പ്രഭാതം മാറട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശ്വാസമായ പരിശുദ്ധാത്മാവേ, വരിക. തളർന്നുപോയ എൻ്റെ ആത്മാവിലേക്ക് നിശ്വസിക്കുക. കാറ്റായി വീശുക പരിശുദ്ധാത്മാവേ. എൻ്റെ ഹൃദയത്തെ സമാധാനം കൊണ്ടും വ്യക്തത കൊണ്ടും വിശുദ്ധമായ ശക്തി കൊണ്ടും നിറയ്ക്കുക പരിശുദ്ധാത്മാവേ. എന്നിലെ അന്ധകാരത്തെ മാറ്റി ആനന്ദം എന്നിൽ നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ. ഈ ദിവസം റൂഹായെ നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ആരംഭിക്കുകയും നിന്റെ കൃപയിൽ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ ദിവസത്തിൻ്റെ മുഴുവൻ പ്രയത്നങ്ങളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.